മുംബൈ മലയാളി അണിയിച്ചൊരുക്കിയ ഹിന്ദി നാടകത്തിന് മികച്ച പ്രതികരണം. വിവിധ ഭാഷക്കാരായ 70-ലധികം കലാകാരന്മാരെ അണിനിരത്തിയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള മെഗാ നാടകം അരങ്ങിലെത്തിച്ചത്. ഹിന്ദിയിലെ തന്റെ ആദ്യ നാടകത്തിന് കൂടുതൽ വേദികൾ ലഭിച്ച ത്രില്ലിലാണ് നടനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ മോഹൻ നായർ. ചെന്നൈയിലാണ് ആദ്യമായി ഈ നാടകം പോയ വർഷം മലയാളത്തിൽ അരങ്ങേറുന്നത്. ശക്തമായ ഒരു പ്രമേയത്തെ ഒട്ടും വിരസതയില്ലാതെ അരങ്ങിൽ പകർന്നാടിയാണ് മുംബൈ മലയാളിയായ മോഹൻ നായർ ചെന്നൈയിൽ കയ്യടി നേടിയത്. മോഹൻ നായർ രചിച്ച കനൽ ശിഖരത്തിന്റെ ആദ്യ അവതരണത്തിന് ചലച്ചിത്ര സംവിധായകൻ കെ മധു അടക്കമുള്ള പ്രശസ്തരാണ് അന്ന് അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞത്. ഇവിടെ ഈ നാടകത്തിന് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നല്ല ദൃശ്യാവിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാടകമായി കാണണോ, സിനിമയായി കാണണോ, മറ്റെന്തെങ്കിലും ഒരു കലാരൂപമായി കാണണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അതേസമയം മുംബൈയിൽ അരങ്ങേറിയ ഹിന്ദി പതിപ്പിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ശക്തമായ സന്ദേശമാണ് നാടകം സമൂഹത്തിന് നൽകുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ശ്രീകാന്ത് നായർ പ്രതികരിച്ചു. നല്ലൊരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കാൻ സാധിച്ചു. നൃത്താവിഷ്കാരങ്ങളും തെയ്യം തുടങ്ങിയ നൃത്തരൂപങ്ങളുമായി വിസ്മയ കാഴ്ചയൊരുക്കിയാണ് കാണികളുടെ പ്രശംസ നേടിയത്. മോഹൻ നായർ ആൻഡ് ഹർഷദ്, ഇറ്റ്സ് ജസ്റ്റ് വാവ്. അതേസമയം മികച്ച രീതിയിൽ ചിട്ടപ്പെടുത്തിയ നാടോടി നൃത്തം നാടകത്തെ കളറാക്കിയെന്നും മലയാളികളടക്കമുള്ള കാണികൾ അഭിപ്രായപ്പെട്ടു. മാഫിയകളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന യുവാക്കളുടെയും ഒറ്റപ്പെടലിന്റെ നമ്പരത്തിൽ കഴിയുന്ന അമ്മമാരുടെയും കഥ പറയുന്ന നാടകം വിരൽ ചൂണ്ടുന്നത് വർത്തമാനകാലത്തെ വലിയൊരു സാമൂഹിക വിപത്തിലേക്കാണ്. ഭസ്മാഞ്ജൽ എന്ന നാടകം ഹർഷൽ റാണയാണ് സംവിധാനം ചെയ്യുന്നത്. ഈ മേഖലയിൽ മികവുറ്റ സാങ്കേതിക പ്രവർത്തകരാണ് അണിയറയിൽ. ഹിന്ദിയിലെ തന്റെ ആദ്യ നാടകത്തിന് കൂടുതൽ വേദികൾ ലഭിച്ച ത്രില്ലിലാണ് മോഹൻ നായർ. ഈ നാടകം കണ്ട് ഒരു 10% ഒരു കുട്ടികളുടെ മൈൻഡ് ചേഞ്ച് ആവണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നാടകത്തിൽ അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ്. എന്നിരുന്നാലും ഒന്നിനൊന്നു മെച്ചപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങളാണ് ഇവരെല്ലാം കാഴ്ചവെച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.